നമസ്കാരം. പി ജയരാജനെതിരെ രാജീവ് ചന്ദ്രശേഖറിനെതിരെയൊക്കെ ഉയരുന്ന ചില വാർത്തകൾ കഴിഞ്ഞ കുറച്ച് 2 ദിവസങ്ങളിലായി നമ്മുടെ സോഷ്യൽ മീഡിയയിലടക്കം അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ വലിയ ശ്രദ്ധ ഉളവാക്കുന്നുണ്ട്. വൈറലാകുന്ന വാർത്തകളുമാണ്. ഇത് വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്ന പഴയ പി ജയരാജനും കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ആ ബന്ധത്തിലൂടെ പി ജയരാജനെ BJPയിലേക്ക് എത്തിക്കുവാൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിയുമോ? അങ്ങനെ കഴിഞ്ഞാൽ തന്നെ പി ജയരാജൻ BJPയുടെ തണലിൽ വളരുമോ? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടിയായിരിക്കും ഈ വരുന്ന തിരഞ്ഞെടുപ്പ് എന്ന് പറയപ്പെടുന്നത്. ഇപ്പോൾ പി ജയരാജനെതിരെ വലിയ വാദങ്ങൾ ഉയരുന്നുണ്ട്. ഒരിക്കൽ പോലും പി ജയരാജനെ കണ്ടിട്ടില്ല എന്നും VD സതീശൻ്റെ ആരോപണങ്ങളൊക്കെ തള്ളുന്നു എന്നൊക്കെ കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖർ പറയുകയുണ്ടായി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ ആരോപണം എന്ന് പറയപ്പെടുന്നത് അറിയാമല്ലോ. ആ ആരോപണത്തെ തള്ളിക്കൊണ്ട് തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ രംഗത്ത് വരികയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് പി ജയരാജനെ ഒരിക്കൽ പോലും താൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ എങ്ങനെയാണ് ഉന്നയിക്കുന്നത് എന്ന് അറിയില്ല എന്നും ആ ആരോപണങ്ങളെ ശക്തമായി തള്ളുന്നുവെന്നും ചന്ദ്രശേഖർ പറയുകയുണ്ടായി. ആരോപണങ്ങൾക്ക് പിന്നാലെ പോകാനില്ല എന്നും താൻ മുൻതൂക്കം നൽകുന്നത് ഒരു വികസന അജണ്ടയിൽ മാത്രമാണ് എന്നും രാജീവ് ചന്ദ്രശേഖർ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. അതേസമയം പി ജയരാജനും രാജീവ് ചന്ദ്രശേഖറും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്, അവർ തമ്മിലുള്ള വ്യവസായ ബന്ധത്തെക്കുറിച്ച്, ബിസിനസ് ബന്ധത്തെക്കുറിച്ചാണ് VD സതീശൻ ആരോപണം ഉന്നയിച്ചത്. ആ ആരോപണത്തെ അവർ നിശ്ചിതമായി വിമർശനത്തിന് വിധേയമാക്കുന്നു. മുഖ്യമന്ത്രിക്ക് BJP പ്രീണനമുണ്ട് എന്നും പി വെറും ഉപകരണമാണെന്നൊക്കെയാണ് VD സതീശൻ്റെ ആരോപണം. അതായത് രാജീവ് ചന്ദ്രശേഖറിൻ്റെ കമ്പനിയുമായിട്ട് പി ജയരാജന് വലിയ ബന്ധമുണ്ട്. അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയായിരുന്നു VD സതീശൻ. മുഖ്യമന്ത്രിയാണെങ്കിൽ BJPക്ക് പ്രീണന സമീപനം സ്വീകരിക്കുന്ന നേതാവായി മാറുന്നു. പി ജയരാജനെ ഒരു ഉപകരണമാക്കി മാറ്റുന്ന തരത്തിലേക്ക് പിണറായി വിജയൻ ഉപയോഗിക്കുകയും ചെയ്യുന്നു. രാജീവ് ചന്ദ്രശേഖറിൻ്റെ കമ്പനിയുമായിട്ട് പി ജയരാജന് ബന്ധമുണ്ടെന്ന് സതീശൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിട്ട് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളെ അടക്കം പൊളിച്ചെടുക്കുകയാണ്. അത് പച്ചക്കള്ളമാണോ എന്ന് പറഞ്ഞ് പൊളിച്ചെടുക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. പലതരത്തിലുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതായി പോകുന്നൊരു അവസ്ഥ. മാസപ്പടി വിവാദത്തിൽ എന്തുകൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ 5 ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ വിജയന് കഴിയുന്നില്ല, പിണറായി വിജയന് കഴിയുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. ഇലക്ട്രൽ ബോണ്ടിന് സമാനമായിട്ടുള്ള സഹായമാണ് സർക്കാർ മാസപ്പടിയിൽ ചെയ്തിരിക്കുന്നത് എന്നതടക്കം ആരോപണം വളരെ ശക്തമായി വിമർശനങ്ങളൊക്കെ സതീശൻ ഉന്നയിക്കുമ്പോഴും മുഖ്യമന്ത്രി മൗനിയാണ്. മുഖ്യമന്ത്രി തന്നെയാണ് LDF കൺവീനറെ കൊണ്ട് BJPക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ, BJPക്ക് അനുകൂലമായിട്ടുള്ള പ്രസ്താവനകൾ ഇവയൊക്കെ ഇറക്കിപ്പിക്കുന്നത്. മുഖ്യമന്ത്രി BJPക്ക് പ്രീണന സമീപം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് പി ജയരാജന് ചന്ദ്രശേഖറുമായി ബന്ധമുണ്ട് എന്ന് വരുത്തി തീർക്കുവാൻ ഇവർ ശ്രമിക്കുന്നു. ഇനി അതിൻ്റെ എന്തെങ്കിലും തെളിവുകളുണ്ടെങ്കിൽ അത് പുറത്തുവിടുമെന്ന് ചന്ദ്രശേഖറിൻ്റെ വാദത്തെ ഊന്നിക്കൊണ്ട് സതീശൻ പറയുകയും ചെയ്യുന്നുണ്ട്. ചന്ദ്രശേഖറുമായി നിൽക്കുന്ന ചിത്രങ്ങളടക്കം ഇത് പുറത്തുവിടാൻ പോവുകയാണ്. അന്തർധാര സജീവമാണ് എന്ന് തെളിയുന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. ഇവർ തമ്മിലുള്ള പാർട്ണർഷിപ്പ് നടത്തുവാനുള്ള ബന്ധം വരെ ഇതിലൂടെ ഉണ്ടായിരുന്നു എന്നാണ് സതീശൻ പറയുന്നത്. രാജീവ് ചന്ദ്രശേഖറിനെ കണ്ടിട്ടുള്ളത് പത്രത്തിലെ പടത്തിൽ മാത്രമാണ് എന്ന് പറഞ്ഞ് പി ജയരാജൻ ഈ വാദങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ സുരേന്ദ്രൻ വരെ ജയരാജനെ അഭിനന്ദിക്കുന്നൊരു കാര്യം, ജയരാജനെ മാത്രമായി അഭിനന്ദിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അതായത് പിണറായി വിജയനെ കൂടി എന്തുകൊണ്ട് ഇവർ അഭിനന്ദിക്കുന്നില്ല? തനിക്കും ഭാര്യയ്ക്കും പി ജയരാജൻ്റെ ഒരു സ്വത്തും ആവശ്യമില്ല എന്ന് പറയുകയാണ് ഇവിടെ ശ്രീ സതീശൻ. ഇവിടെ മാസപ്പടി വിവാദം, അത് അന്വേഷണത്തിൻ്റെ ഭീതിയിലാണ് CPIM എന്നുള്ള കാര്യം മറക്കണ്ട. കാരണം ഡെമോക്രാസിൻ്റെ വാൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. ഇതാണ് ഇവരുടെ ഭയമെന്ന് പറയപ്പെടുന്നത്. മാസപ്പടിയിൽ നിന്ന് ശ്രദ്ധ തിരിക്കുവാനുള്ള ഒരു ശ്രമം നടക്കുന്നു. അത് തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ചയാകാൻ പാടില്ല എന്ന് പിണറായി ആഗ്രഹിക്കുന്നു. മാസപ്പടിയിൽ നിന്ന് ശ്രദ്ധ പോകില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന് സതീശൻ പറയുമ്പോഴും പക്ഷേ അത് തേഞ്ഞുമാഞ്ഞു പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രാജീവ് ചന്ദ്രശേഖറുമായിട്ട് ബിസിനസ് ബന്ധമുണ്ടെന്ന VD സതീശൻ്റെ പ്രസ്താവന ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് പി പറയുന്നത്. ആയുർവേദ ചികിത്സയ്ക്കാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ സ്ഥാപനവുമായി വൈദേകം റിസോർട്ട് കരാറുണ്ടാക്കിയത് എന്ന് പി ജയരാജൻ പറഞ്ഞു വെക്കുന്നുണ്ട്. നിരാമയ NDA സ്ഥാനാർത്ഥിയുടെ കമ്പനിയാണോ എന്നുള്ളത് അറിയില്ല എന്നും അദ്ദേഹം പറയുന്നു. നിരാമയ കമ്പനിയുമായുള്ള കരാറിൽ തനിക്ക് ബന്ധമില്ല എന്നും താൻ വൈദേകം റിസോർട്ടിൽ അഡ്വൈസർ മാത്രമാണ് എന്നും പി ജയരാജൻ പറഞ്ഞു വെക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് ചില കാര്യങ്ങൾ വ്യക്തമല്ലേ എന്ന് നമ്മൾ ചോദിക്കേണ്ടി വരും. പി ജയരാജനെ കണ്ടിട്ടില്ല എന്ന് പറയപ്പെടുന്ന രാജീവ് ചന്ദ്രശേഖറിനെ ഈ പത്രങ്ങളിൽ മാത്രം കണ്ടിട്ടുണ്ട് എന്ന് പറയപ്പെടുന്ന പി ജയരാജനും നിങ്ങൾ തമ്മിൽ എന്ത് ബന്ധമാണ് എന്ന് കേരളക്കാർ അറിയട്ടെ.
ഇനി വി ഡി സതീശൻ പറയും പോലെ നിങ്ങൾ തമ്മിൽ ഒരു ബിസിനസ് ബന്ധം, ഒരു വ്യവസായ ബന്ധമാണ് ഉള്ളതെങ്കിൽ അത് ജനമറിയട്ടെ. അതുപോലും പറയാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ വളരെ അഗാധമായ ബന്ധം നിങ്ങൾ തമ്മിലുണ്ടോ? അത് ജനം അറിയേണ്ടതല്ലേ? ഇവിടെ ഇ പി ജയരാജൻ എന്ന് പറയപ്പെടുന്ന മുൻ വ്യവസായ മന്ത്രി കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖറുമായി ചേർന്ന് എന്ത് വ്യവസായമാണ്, എന്ത് ബിസിനസ്സാണ് നടത്തിക്കൂട്ടുന്നത് എന്നും ജനം അറിയേണ്ടതുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, ഇ പി ജയരാജൻ എന്ന് പറയപ്പെടുന്ന LDFിൻ്റെ കൺവീനർ CPM എന്നുള്ള പാർട്ടിയിൽ അസംതൃപ്തനാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ സീനിയോറിറ്റി പോലും മറികടന്ന് MV ഗോവിന്ദൻ എന്ന് പറയപ്പെടുന്ന ഗോവിന്ദൻ മാസ്റ്ററെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആക്കിയത് മുതൽ ഇ പി ജയരാജൻ ഒരു വാരം അകലെയാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു വാര അകലെ തന്നെയാണ് പാർട്ടിയിൽ നിന്ന് നിൽക്കുന്നത് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ അസംതൃപ്തനായ ഇ പി ജയരാജനെ BJP എന്ന് പറയപ്പെടുന്ന പാർട്ടിയുടെ കൂടാരത്തിലേക്ക് കൊണ്ടുപോകുവാൻ രാജീവ് ചന്ദ്രശേഖർ ശ്രമിച്ചാൽ അതിനെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇ പി ജയരാജൻ BJPയുടെ കൂടാരത്തിലേക്ക് എത്തിയാൽ അതിനെ നമ്മൾ അതിശയോക്തിയായിട്ട് കരുതേണ്ടതുമില്ല. കാരണം ഇങ്ങനെ അസംതൃപ്തരുടെ കൂടാരങ്ങളിൽ നിന്ന് നേതാക്കന്മാരെ BJP എന്ന് പറയപ്പെടുന്ന പാർട്ടിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു തന്ത്രം BJP പയറ്റുന്നുണ്ട്. അതിലവർ പൂർണ്ണമായി വിജയിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇ പി ജയരാജൻ എന്ന് പറയപ്പെടുന്ന നേതാവ് ഏതെങ്കിലും തരത്തിൽ താമരയുമായി അല്ലെങ്കിൽ BJPയുമായി ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടം ഉണ്ടായാൽ അതിൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല എന്നുകൂടി പറയാം.